നമസ്കാരം, ഫോക്കസ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സിറാജുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചു, നൊബേൽ പ്രൈസിന് അർഹനെന്ന് ട്രംപ്. ഫലസ്തീന് ഐക്യദാർഢ്യവുമായി തമിഴ് ചലച്ചിത്ര താരങ്ങൾ. ഹജ്ജ് തീർത്ഥാടകർക്ക് റമദാൻ നോമ്പുതുറ സദസ് ഒരുക്കാൻ CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി. വിവാദമായതോടെ പരിപാടിയിൽ നിന്ന് പിന്മാറ്റം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. മർക്കസ് ആർട്ട് ഫെസ്റ്റിന് തുടക്കമായി. ഏഷ്യ കപ്പ് 2025 വീണ്ടും ഇന്ത്യ പാക് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചു, നൊബേൽ പ്രൈസിന് അർഹനെന്ന് ട്രംപ്. പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന് അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തിരുവ ഭീഷണി ഉയർത്തിയതുകൊണ്ടാണ് യുദ്ധം അവസാനിച്ചത്. സംഘർഷം നിർത്തിയില്ലെങ്കിൽ വ്യാപാര കരാർ നടക്കില്ലെന്ന് മോദിയോട് പറഞ്ഞു. തുടർന്ന് 5 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചുവെന്നും ട്രംപ് അവകാശപ്പെടുന്നു. വൈറ്റ് ഹൗസിൽ ക്യാബിനറ്റ് യോഗത്തിനിടെയാണ് ട്രംപിന്റെ അവകാശവാദം. ഇതിനിടെ ട്രംപിന് 2026 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം സമ്മാനിക്കണമെന്ന നിർദ്ദേശവുമായി പാകിസ്ഥാൻ സർക്കാർ രംഗത്ത്. സംഘർഷത്തിൽ ട്രംപ് നടത്തിയ മികച്ച നയതന്ത്രവും നേത്രപാഠവും പരിഗണിക്കണമെന്നും പാകിസ്ഥാൻ സർക്കാർ എക്സിൽ കുറിച്ചു. ഫലസ്തീന് ഐക്യദാർഢ്യവുമായി തമിഴ് ചലച്ചിത്ര താരങ്ങൾ. ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തമിഴ് സിനിമാ താരങ്ങളായ പ്രകാശ് രാജും സത്യരാജും സംവിധായകൻ വെട്രിമാരനും രംഗത്ത്. പെരിയാർ ഫോളോവേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ചെന്നൈയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്താണ് ഇവർ ഫലസ്തീനിലെ ജനങ്ങൾക്ക് പിന്തുണ അറിയിച്ചത്. ഗാസയിൽ നടക്കുന്ന കൂട്ടക്കൊലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US-ഉമാണ് ഉത്തരവാദികളെന്ന് നടൻ പ്രകാശ് രാജ് കുറ്റപ്പെടുത്തി. ഫലസ്തീനിൽ നടക്കുന്നത് അനീതിയാണ്. ഇതിന്റെ ഉത്തരവാദികൾ ഇസ്രായേൽ മാത്രമല്ല, അമേരിക്കയും കൂടിയാണ്. മോദിയുടെ നിശബ്ദതയും ഇതിന് കാരണമാണ്, പ്രകാശ് രാജ് കൂട്ടിച്ചേർത്തു. ആക്രമണങ്ങൾ നടത്തിയ ശേഷം എങ്ങനെയാണ് ഇസ്രായേലിന് സമാധാനപരമായി ഉറങ്ങാൻ കഴിയുന്നതെന്ന് നടൻ സത്യരാജ് ചോദിച്ചു. മനുഷ്യൻ കുരങ്ങുകളിൽ നിന്ന് പരിണമിച്ചുവെന്ന് പറയുന്നുണ്ടെങ്കിലും അത് പാതി വഴി നിയച്ചുപോയെന്നും ഗാസയ്ക്ക് വേണ്ടി ലോകരാജ്യങ്ങൾ ഇടപെടണമെന്നും സത്യരാജ് കൂട്ടിച്ചേർത്തു. വിമോചനത്തിനായി ആളുകൾ പോരാടുമ്പോൾ വംശഹത്യ നടക്കുന്നുവെന്നും തമിഴ് പോരാട്ടവുമായി താരതമ്യപ്പെടുത്തി സത്യരാജ് പറഞ്ഞു. ഹജ്ജ് തീർത്ഥാടകർക്ക് റമദാൻ നോമ്പുതുറ സദസ് ഒരുക്കാൻ CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി. വിവാദമായതോടെ പരിപാടിയിൽ നിന്ന് പിന്മാറ്റം. ഹജ്ജ് തീർത്ഥാടനത്തിന് പുറപ്പെടുന്ന ഹാജിമാർക്കായി നോമ്പുതുറ സദസ് ഒരുക്കാനുള്ള CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം വിവാദത്തിൽ. തീരുമാനം സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്കിടയായതോടെ പരിപാടിയിൽ നിന്ന് പാർട്ടി പിന്മാറി. നോമ്പുതുറ ഒഴിവാക്കിയതായി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. ഹജ്ജ് കമ്മിറ്റി വഴിയും അല്ലാതെയും ഹജ്ജിന് പോകുന്നവർക്ക് യാത്രയപ്പ് നൽകുന്നതിനായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് നോമ്പുതുറ കൂടി നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ പാർട്ടി പരിപാടിയിൽ നോമ്പുതുറ നടത്തുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നു. ഇതോടെയാണ് പരിപാടി ഒഴിവാക്കാൻ പാർട്ടി തീരുമാനിച്ചത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹജ്ജ് തീർത്ഥാടകർക്ക് CPIM യാത്രയപ്പ് നൽകാറുണ്ട്. എന്നാൽ നോമ്പുതുറ നടത്തുന്നത് ഇതാദ്യമായിട്ടാണ്. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും വിമർശനമുയർന്നിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് നോമ്പുതുറ ഒഴിവാക്കാൻ പാർട്ടി തീരുമാനിച്ചത്. ചെറിയൊരു ഇടവേള. കുടുങ്ങിപ്പോയല്ലേ, ഇങ്ങനെ അകത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാ. ഇപ്പോൾ ഈസിയായില്ലേ? പക്ഷേ കടുത്ത കറ. ഈ കറ പോകാൻ ഈസിയാണ് സർഫ് എക്സൽ ഈസി വാഷ്. ഇതിന്റെ 10 കൈകളുടെ ശക്തി ഇത്തരം കടുത്ത കറകളെ വെക്കുന്നത് ഈസിയാക്കി. സർഫ് എക്സൽ ഈസി വാഷ്. വീണ്ടും വാർത്തയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. കേരളം വീണ്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും നഗരസഭകളിലേക്കും കോർപ്പറേഷനുകളിലേക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ പൂർത്തിയാക്കി പ്രചാരണത്തിനെത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് വേദി സജീവമായി ചലിച്ചു വരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പാർട്ടികൾ
പരസ്പരം ശക്തമായ പോരാട്ടം നടത്തുന്നു. വികസന പദ്ധതികൾ, റോഡുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങി ജനജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രചാരണത്തിൽ പ്രധാന വിഷയങ്ങളായി മാറുന്നു. സ്ഥാനിക തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും തെരുവ് നടപ്പിലും സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിലും പ്രവർത്തകർ സജീവമായി പങ്കെടുക്കുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടപെടൽ അഭിമാനകരമായ രീതിയിലാണ് നടക്കുന്നത്. മർക്കസ് ആർട്ട് ഫെസ്റ്റിന് തുടക്കമായി. കുണ്ടൂർ മർക്കസ് സഖാഫത്തിൽ ഇസ്ലാമിയ അറബിക് കോളേജ് ആർട്ട് ഫെസ്റ്റിന് തുടക്കമായി. ഫലസ്തീൻ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മർക്കസ് വിദ്യാർത്ഥി സംഘടന തസ്ഖീഫ് ത്വലബ അസോസിയേഷൻ ഒലീവ് എന്ന നാമധേയത്തിൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഇരു ടീമുകളിൽ നിന്നായി 150ഓളം വരുന്ന മത്സരാർത്ഥികൾ 200ലധികം ഇനങ്ങളിൽ മാറ്റുരക്കും. ഉദ്ഘാടന ചടങ്ങ് റഷീദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. പരിപാടിക്ക് മുനവർ അലി അഷ്അരി അധ്യക്ഷത വഹിച്ചു. സെപ്റ്റംബർ 21 ഞായറാഴ്ചയാണ് പ്രസ്തുത പരിപാടിക്ക് തിരശ്ശീല വീഴുക. മർക്കസ് പ്രിൻസിപ്പൽ അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി അധ്യക്ഷത വഹിക്കുന്ന സമാപന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മർക്കസിൽ നിന്നും നമ്മുടെ പ്രതിനിധി ബദറുദ്ദുജ തത്സമയം നമ്മളോടൊപ്പം ചേരുന്നു. ബദറുദ്ദുജ, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ? എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? 2 ടീമുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താ 2 ടീമുകളിലെ കുട്ടികൾക്കൊക്കെ ആവേശമുണ്ടോ? അതെ സിറാജ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 2 ദിവസമായി വളരെ ആവേശകരമായ രൂപത്തിലാണ് ഇവിടെ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ വിദ്യാർത്ഥികളോട് തന്നെ ചോദിച്ചു നോക്കാം, ഏത് ടീം ജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഗ്രീന് ജയിക്കും. ഇവരുടെ ഈ പ്രഖ്യാപനം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം വളരെ ആവേശകരമായ രൂപത്തിലാണ് ഇവിടെ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രോഗ്രാം കൺട്രോളർ ഉണ്ട്, അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചു നോക്കാം, എന്താണ് ഇവിടെ ഫെസ്റ്റിന്റെ അവസ്ഥ, എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടിട്ട് കാണും ഒരുപാട് കുട്ടികളുടെ ആവേശം. മാത്രമല്ല ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഒലീവ് എന്ന നാമവും കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇതുവരെയുള്ള പരിപാടികൾ വളരെ കൃത്യനിഷ്ഠതയോടുകൂടിയാണ് ചെയ്തതെന്നാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള വിലയിരുത്തൽ. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ തീം സോങ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഫലസ്തീനിന് പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് വളരെ ശ്രദ്ധ അതിന് കിട്ടിയെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതെ, വളരെ വിപുലമായ രീതിയിലാണ് ഇവിടെ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ബദറുദ്ദുജ, വിവരങ്ങൾ തന്നതിന് നന്ദി. ഏഷ്യ കപ്പ് 2025 വീണ്ടും ഇന്ത്യ പാക് പോരാട്ടം. ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ സൂപ്പർ 4-ൽ ഇന്ന് സൂപ്പർ പോര്. ഗ്രൂപ്പ് ഘട്ടത്തിൽ അനായാസം തകർത്തിവിട്ട പാകിസ്ഥാനെ ഇന്ന് വീണ്ടും ഇന്ത്യൻ ചുണക്കുട്ടികൾ നേരിടുന്നു. ഇന്ന് രാത്രി 8-ന് നടക്കുന്ന മത്സരത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കൊമ്പ് കോർക്കുന്നത്. ഗ്രൂപ്പ് റൗണ്ടിൽ ഇന്ത്യ 3 മത്സരത്തിലും വിജയിച്ചാണ് വരവെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പരാജയപ്പെട്ടിരുന്നു. ഒമാനെതിരെ 21 റൺസിന്റെ ചെറിയ വിജയമായിരുന്നു ഇന്ത്യ നേടിയത്. അതേസമയം UAEക്കെതിരെയുള്ള ജയം നേടിയാണ് പാകിസ്ഥാൻ സൂപ്പർ 4-ൽ പ്രവേശിച്ചത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെതിരെ അനായാസ ജയം നേടിയ ഇന്ത്യ ഇന്ന് ജയിച്ചു കയറുമെന്ന് തന്നെയാണ് കരുതുന്നത്. പാകിസ്ഥാനെതിരെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് കീഴിലുള്ള ടീമാണ് ഇന്ന് ഇറങ്ങുക. കഴിഞ്ഞ മത്സരത്തിലെ നാണക്കേട് ഒഴിവാക്കാനാകും പാക് ടീം കളത്തിലിറങ്ങുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചു, നൊബേൽ പ്രൈസിന് അർഹനെന്ന് ട്രംപ്. ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി തമിഴ് ചലച്ചിത്ര താരങ്ങൾ. ഹജ്ജ് തീർത്ഥാടകർക്ക് റമദാൻ നോമ്പുതുറ സദസ് ഒരുക്കാൻ CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി. വിവാദമായതോടെ പരിപാടിയിൽ നിന്ന് പിന്മാറ്റം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. മർക്കസ് ആർട്ട് ഫെസ്റ്റിന് തുടക്കമായി. ഏഷ്യ കപ്പ് 2025 വീണ്ടും ഇന്ത്യ പാക് പോരാട്ടം. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.